എന്റെ പൊന്നച്ഛനാണ്. അച്ഛനെ പോലെ ഞാനും ധീരനാകും. നാലാളുടെ മുമ്പിൽ അച്ഛനെ തലയുയർത്തി നടക്കണം എപ്പോഴും പറയാറില്ലേ? ഇന്നു മുതൽ അച്ഛന്റെ മകൻ ഇറങ്ങാം ധീരനാകാൻ. അച്ഛൻ അനുഗ്രഹിക്കണം. നിനക്കത് എന്തിട്ടാ പറ്റേണ്ടി വീരമണി? കൈമളത്തും കാലമളത്തും മസല് കയറിയോ? ധീരനായതാ അന്തോണിച്ചിട്ടാ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി വേണം. നിനക്ക് തോന്നുമ്പോ ഡ്യൂട്ടി ഒഴിച്ചു തരാൻ ഇതെന്താ പെട്രോൾ പമ്പാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. എനിക്ക് പിടിക്കണം. നീ പിടിച്ചോ? ഡ്യൂട്ടി സമയത്ത് കള്ളന്മാരെ പിടിച്ചാലല്ലേ പേര് കിട്ടൂ. അത് ശരി. അപ്പൊ ഒന്ന് കള്ളന്മാരെ പിടിക്കാൻ തന്നെ ഇറങ്ങിയിരിക്ക? അതെ, എന്റെ അച്ഛന്റെ ആത്മാവിന് നിർത്തിശാന്തി കിട്ടണേ ഞാൻ ചെയ്തേ പറ്റുമോ? അയ്യോ, ഇത്ര പെട്ടെന്ന് നിന്റെ അച്ഛൻ എങ്ങനെ മരിച്ചു? മരിച്ചിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ധീരനാണെന്ന് തെളിയിച്ചേ പറ്റൂ. അന്തോണി ചേട്ടനെ സഹായിക്കില്ലേ? ഞാൻ പേരൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. നീ വേറെ എന്താവശ്യപ്പെട്ടാലും എന്റെ കയ്യിൽ തരാ ഒന്നുമില്ല. അതെനിക്ക് പണ്ടേ അറിയാലോ. അന്തോണി ചേട്ടൻ എന്നെ കൈവിടരുത്, എന്നെ ഉപേക്ഷിക്കരുത്. ഇന്നത്തെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി എനിക്കാ. ഒരു കാര്യം ചെയ്, എന്റെ ഡ്യൂട്ടി നീ ചെയ്തോ. ഇനി ഞാൻ കാരണം നിന്റെ അച്ഛന്റെ ജീവനുള്ള ആത്മാവിന് നിത്യശാന്തി കിട്ടിയില്ലെന്ന് വേണ്ട അല്ലേ? ഈ ഉപകാരം ഞാൻ ചത്താലും മറക്കില്ല. വരട്ടെ. കിളവൻ എന്ത് ചെയ്യാ നീ? ഇന്ന് ഇത്തിരി കൂടുതലാണോ? തയ്യാറാ തെയ് തെയ് തകച്ചുണ്ടക്കൂ കിണ്ണക്കൂ തകച്ചുണ്ടക്കൂ തെയ് ജീശ്വര, വണ്ടിന്റെ ശബ്ദം കേൾക്കുന്നല്ലോ. തോന്നിയതോ? മനുഷ്യനെ മെനക്കെടുത്താൻ എത്ര നേരമായി എന്റെ ഈശ്വര. ഇവിടെ വരെ പോകേണ്ടത് നാശമായല്ലോ. സാറേ, തിരിച്ചു വരുമ്പോ ഒന്ന് കൂടണം. കൂടാം. അതിനി സമയമുണ്ടല്ലോ. അതിനെ സൂക്ഷിച്ചു പോണം കേട്ടോ. ശരി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി. വന്നേ. സാറേ, സാറേ. ആരാ? ഞാനാ വീരമണി. എന്താ വീരമണി? ഒരു വണ്ടിയിൽ കുറെ സാധനങ്ങൾ കയറ്റി നമ്മുടെ ചെക്ക് പോസ്റ്റ് കടന്നുപോയി. അച്ഛന്റെ ആൾക്കാരാ, വേഗം വന്ന് പിടിക്കാം. ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിക്കാരുമല്ലേ? സോമനുണ്ട്. വണ്ടി പരിശോധിച്ചൊന്നുമില്ല. അവര് തുറന്നു കൊടുക്കാൻ പറഞ്ഞപ്പോ അവൻ തുറന്നു കൊടുത്തു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതിലൊരു വാൻ കടന്നു പോയല്ലോ, അത് ചെക്ക് ചെയ്തില്ലേ? വാനോ? ഇത് വഴിക്കോ? ഞാൻ ഡ്യൂട്ടി കയറിയത് പിന്നെ ഒരു സൈക്കിള് പോലും ഇതിൽ വന്നിട്ടില്ല സാർ. സാറിനോട് ഇത് ആര് പറഞ്ഞു? ഞാൻ കണ്ടതാ സാർ. സോമൻ ഡ്രൈവറുമായി സംസാരിച്ചത് ഞാൻ കണ്ടതാ. സാർ ഇവന്റെ ബാക്കി കിട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത്. ഇവൻ വല്ല സ്വപ്നം കണ്ടായിരിക്കും സാർ. എന്താ വീരമണി, സാറിന്റെ അടുത്താണ് തമാശ കളിക്കുന്നത്? ഈ രണ്ട് കണ്ണുകളുകൊണ്ട് ഞാൻ കണ്ടതാ ഈ വഴിക്കാവാൻ പോയത്. സത്യം. ഇന്ന് നിനക്കല്ലല്ലോ ഡ്യൂട്ടി, പിന്നെ നീ എന്താ ഡ്യൂട്ടി വേഷത്തിൽ? ഇന്ന് ഞാൻ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയത്. അതിന് നിനക്കെന്താ നഷ്ടം? ഇപ്പോഴത്തെ കാലത്തൊരു നല്ല കാര്യം ചെയ്യാൻ പറ്റില്ല. വണ്ടി കേറി. അങ്കിളല്ല, സിംഗിളാ. എന്നോട് ആരും മിണ്ടണ്ട. എന്തു പറ്റി വീരമണി? എന്ത് പറ്റാനാ? ഞാൻ എന്തിനും ചെയ്ത അപ്പൊ കുറ്റാ. ഞാനിനി ഒന്നും ചെയ്യില്ല. പ്രശ്നം എന്താന്ന് പറഞ്ഞാലല്ലേ പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ. തടി മിടുക്കുള്ള ഒരുപാട് ആണുങ്ങൾ ഈ ഓഫീസിൽ യൂണിഫോം ഇട്ടിരിക്കണ്ടല്ലോ. അവർക്ക് ആരെങ്കിലും ഇവിടെ നടക്കുന്ന കള്ളത്തരം കണ്ടുപിടിക്കാൻ പറ്റിയോ? ഇല്ല. ഞാനൊരു കള്ളത്തരം കണ്ടുപിടിച്ചു. എന്ത് കള്ളത്തരം? അടുക്കളയിൽ ആരെങ്കിലും തേങ്ങ പൊട്ടിച്ചോണ്ട് പോയി. തേങ്ങല്ല, മാങ്ങയാ. ഇത് ഞാനൊന്നും പറയാതെ. ഇയാള് വലിയ സുന്ദരനെന്ന വിചാരം. ബട്ടൺസ് ഇട്ടിട്ടില്ല. ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു. ബെൻസിന്റെ ഇടോ, ബനിയന്റെ. എപ്പോഴും കളിയാക്കി എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. ശരി, ഇനി കളിയാക്കില്ല, പറഞ്ഞോളൂ. ഞാൻ എന്തുമാത്രം പാടുപെട്ടാണെന്നറിയാം കള്ളക്കടത്ത് സാധനം കൊണ്ടാണ് വണ്ടി കണ്ടുപിടിച്ചത്. ചെക്ക് പോസ്റ്റിൽ വെച്ച് അവർ സോമനുമായി സംസാരിക്കുന്നത് കണ്ടു. ഇതൊക്കെ പറഞ്ഞിട്ടാ ഞാൻ ആ കോലുതാരന്റെ കൂട്ടിക്കൊണ്ട് വന്നത്. അല്ലാണ്ട് നമ്മുടെ റേഞ്ചർ. ചെക്ക് പോസ്റ്റ് വന്നപ്പോ സോമൻ പറയാ അങ്ങനെ ഒരു വണ്ടി അതിന് വന്നിട്ടേ ഇല്ലെന്ന്. ഈശ്വരോ, നുണ പറയാൻ എന്ത് ശക്തിയുള്ള നാക്കിന് അയാളെ നാക്ക് പുഴുത്തുപോളൂ. ഇങ്ങനെ ശപിക്കല്ലേ വീരമണി? എന്ന് വെച്ച് എന്നെ റേഞ്ചറിന് മുമ്പിൽ വെച്ച് അപമാനിക്കുക ചെയ്യാ.
ഞാൻ എന്ത് ചെയ്താലും ആർക്കും പിടിക്കില്ല. അതെന്തേ? അങ്കിളെ നമുക്ക് ആന കളിക്കാം. ഞാൻ കളിക്കാനില്ല കുളിക്കാനില്ല, എന്നെ ആരും വിളിക്കണ്ട. ബട്ടൻസ് അടി വാങ്ങി കശ്മീരട്ടൻ. വീരമണി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട്. വീരമണി പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ അത് റേഞ്ചർ അറിഞ്ഞോളൂ. ഇവിടെ ചുറ്റുപാടും അച്ചായന്റെ കാതുകളാണ്. ആരെയും വിശ്വസിച്ചുകൂടാ. വീരമണിയുടെ നിഷ്കളങ്കത കൊണ്ട് അവൻ പറഞ്ഞത് സത്യസന്ധമായ വാക്കുകളായിരിക്കും. എന്തായാലും എല്ലാവരുടെയും നേർക്കൊരു കണ്ണു വേണം, പ്രത്യേകിച്ച് സോമന്. ഏത് സമയവും ഈ ആദിവാസി കോളനിയിൽ കയറി ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താണാവോ? എന്തായാലും നിങ്ങൾ കയറി ഇറങ്ങുന്നതിന്റെ ഉദ്ദേശമല്ല. വാക്കിൽ ചാരിത്രം സൂക്ഷിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. വേണ്ട, അഭ്യാസമൊന്നും വേണ്ട. ബുദ്ധി കൊണ്ട് കുരയ്ക്കുന്ന പോലെ ശക്തി കൊണ്ട് വേണ്ട. ഇത് കാടാ, എന്റെ മോഹം ഇവള. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നിന്നെ തട്ടി ഏത് കുറ്റിക്കാട്ടിലിട്ടാലും ഇവിടെ ഒരു പട്ടിയും ചോദിക്കാൻ വരില്ല. അറിയാം, കാട് ഭരിക്കുന്ന നാട്ടുപ്രമാണിയുടെ കാടത്തത്തെ കുറിച്ച് അധികം പോഴ്ത്തണ്ട. ഇന്ദ്രപ്രസ്ഥത്തിന്റെ നടുത്തളത്തിൽ തുണി പൊക്കി കാട്ടുന്ന ജനസേവകരെ ഇവിടെ വരുത്തി കാട്ടുപെണ്ണിന്റെ വിയർപ്പിന് കുരുമുളകിന്റെ രുചിയാണെന്ന് പറഞ്ഞ് അവർക്കൊപ്പം കാട്ടിലേക്ക് ആടിപ്പാടാൻ വിട്ടിട്ട് ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ കിടന്ന് പാവപ്പെട്ട പെൺകുട്ടിയുടെ ശവശരീരം കണ്ടെടുത്തപ്പോഴും ഇവിടെ ആരും ചോദിക്കാൻ വന്നില്ലല്ലോ. വരത്തില്ല, എനിക്ക് വേണ്ടപ്പെട്ടവർ ആരെയും വരുത്തില്ല. നാവിൻ തുമ്പിൽ ഗാന്ധിസവും ദുർമേധസ് പറ്റിപ്പിടിച്ച ശരീരത്തിൽ ഗാന്ധി കതറുമണിയുന്ന ഒരുപാട് പേര് കൂട്ടത്തിലുണ്ടെന്നറിയാം. അവരുടെ എല്ലാം അധികാര ഭ്രാന്തിന് ഓശാന പാടാൻ നിൽക്കുന്ന തന്നെ പോലുള്ളവരെ മൊത്തത്തോടെ കാട്ടുതീയിൽ എരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകൂ. എനിക്കെതിരെ ഇതുവരെ ഇവിടെ ഒരു ചെറുവിരൽ പോലും അനങ്ങിയിട്ടില്ല. മുളയിലെ നുള്ളിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോ എന്തിനും തയ്യാറായി ഒരു പറ്റ ആൾക്കാരുണ്ട് അവളുടെ കൂടെ. നിങ്ങളുടെ കഴിവുകേട് നാട്ടുകാരെ മുഴുവൻ കയറൂരിവിടാൻ ആര് പറഞ്ഞു? അച്ഛൻ ഒരു പെണ്ണിന് വേണ്ടി ഇത്ര ശ്രമിക്കേണ്ട കാര്യമുണ്ടോ? ഒരു വാക്ക് പറഞ്ഞ പോരെ, ആ സെക്കൻഡിൽ അവളോട് എത്തില്ലേ? അച്ഛനൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞോണ്ടാ, അല്ലെങ്കിൽ അത് അവളെ, രേണുകാവർമ്മയെ, സ്വന്തം ചാമ്പലിൽ നിന്നും ഉയർത്തി നിൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഞാൻ. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ആ ചന്തു, എല്ലാവർക്കും ഭക്ഷണത്തിനുള്ള ഏർപ്പാടൊക്കെ ചെയ്തിട്ടില്ലേ? എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ദുഃഖം മാറിക്കിട്ടാൻ മറ്റവൻ കുറേശ്ശെ കൊടുക്കുന്നുണ്ട്. ആർക്കും ഒന്നിനും ഒരു കുറവും വരുത്തരുത്. ശരി. ആരാണിത് ചെയ്തതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലീസിനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. രാമ, എന്തോ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചാ, ആ രേണുകാവർമ്മയാണ് എപ്പോഴും ഇവിടെ വരാറ്. അവരുടെ കൂടെ വേറെയും ചിലരൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാൻ നടക്കുന്നത് അവളാ. വിശ്വസിക്കരുത്. അവളെയും കൂടെയുള്ളവരെയും സൂക്ഷിക്കണം. കൊന്നാൽ പാപം തിന്നാൽ തീരും. കത്തിച്ച കൈകൾ കൊണ്ട് തന്നെ കെട്ടിക്കൊടുക്കുന്ന കാഴ്ച കാണാൻ ഇറങ്ങിയതാണ് ഞാൻ. മുഖം നിറയെ പുഞ്ചിരിയും മനസ്സ് നിറയെ കള്ളത്തരവുമുള്ള നിങ്ങളുടെ മാന്യത ഇവർക്ക് നേരിട്ടൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ദാ കഴിക്കണം. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവരുടെ കണ്ണീര് കണ്ടാൽ എനിക്ക് എന്റെ ഉറക്കം പോലും നഷ്ടപ്പെടും. പാതിരാത്രി ഒരു സൂര്യൻ ഉദിച്ചാൽ ഈ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഇവർക്കും ബോധ്യപ്പെട്ടേനെ. മനഃപൂർവ്വം കരിവാരത്തേക്കാണോ നീ? ഒന്നും സംഭവിക്കില്ല. ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിന്റെ 10 മടങ്ങ് തിരിച്ചു തരുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. ഞാനൊന്ന് ഉറക്കെ തുമ്മിയാൽ മാളത്തിൽ ഒളിക്കുന്ന ചെറ്റകളാണിവർ. ഈ പാവങ്ങളുടെ ഭൂമി കയ്യേറി ഇവരെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ച് ഇവർക്ക് സ്വന്തമെന്ന് അവകാശപ്പെടാവുന്ന ചാരിത്രവും സമ്പത്തും കൊള്ളയടിച്ച് അധികാര കസേരകളിൽ മാറി മാറി വരുന്നവർക്കെല്ലാം കൂട്ടിക്കൊടുത്ത് ഒടുവിൽ നിങ്ങൾ കാണിക്കുന്ന തോന്നിവാസങ്ങളെ ചൂണ്ടിക്കാട്ടുമെന്നായപ്പോ ഇവര് ചെറ്റകളായല്ലേ? നിങ്ങൾ പറയുന്ന ഈ ചെറ്റകളിലാണ് നാളത്തെ അധികാരമെന്ന് മറക്കരുത്. രേണുകാവർമ്മയ്ക്ക് ഇവരോട് ഇത്രയും സ്നേഹം തോന്നാൻ പാവങ്ങളോടുള്ള ആത്മാർത്ഥതയോ അതോ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ മേക്കരുത്ത് അനുഭവിക്കാനുള്ള തന്ത്രമോ? Shut your bloody mouth. ഒരുപാട് ക്ഷോഭിക്കണ്ട. പണ്ട് ഇതുപോലെ ക്ഷോഭിച്ചവരൊക്കെ ഇന്ന് എന്റെ കിടപ്പുമുറിയിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നുണ്ട്, സന്തോഷത്തോടെ. എനിക്കറിയാം, പലരുടെയും ക്ഷോഭം മാറ്റാൻ തണുത്ത ചില്ലുമുറിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്താൻ നിർത്തിയ നാണം കെട്ട കഥകൾ. അതെ, അങ്ങനെ ഒരുപാട് നാണം കെട്ട കഥകളിലൂടെ പടുത്തുയർത്തിയതാണ് ഇതെല്ലാം. അതിനടിത്തറ കെട്ടാൻ നീ ആദ്യം ബലിയടാക്കിയ ഭാസ്കരവർമ്മയുടെ മകൾ ഇവിടെ കാലുകുത്തിയതും നിന്റെ അടിത്തറ തകർക്കാനാണ്. രേണുവിന് ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടാവും. അവരുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ.
നേരിട്ടൊരു യുദ്ധത്തിനല്ല വന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഓർപ്പിക്കുന്ന രേണു അത് മറക്കുന്നു. രാത്രിയിലെ കൂരിരുട്ടിൽ അവര് കാണിക്കുന്ന ചെറ്റത്തരങ്ങൾ മറച്ചു പിടിച്ച് പകൽ മാന്യരായി കുറ്റം നമ്മുടെ തല കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന കണ്ടപ്പോ പൊട്ടിത്തെറിക്കേണ്ടി വന്നു. ഇത് അവരുടെ നാടാണ്, അത് ഓർമ്മ വേണം. അച്ഛനെ കൊന്നതും എന്റെ മുരളിയെ കൊന്നതും എല്ലാം ഒരു നിമിഷം ഞാൻ ഓർത്തുപോയി. അവനോട് ഇത്രയെങ്കിലും ക്ഷമ കാണിക്കാൻ പറ്റിയല്ലോ. ഒരു പ്രതികാരം തീർത്ത് പോകാനായിരുന്നെങ്കിൽ അത് നമുക്ക് പണ്ടേ കഴിയുമായിരുന്നു. ഫോറസ്റ്റുടെ മരണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പൊല്ലാപ്പോളും പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു? ശരിയാണ്, പേടിക്കണ്ട. എന്നെ സംരക്ഷിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട്. നമ്മളിൽ ആരുടെയെങ്കിലും കൊക്കിൽ ജീവന്റെ ഒരു അംശം ബാക്കിയുണ്ടെങ്കിൽ അവന്റെ അന്ത്യം കണ്ടേ മടങ്ങാവൂ. ഡിക്രൂസ് മുഖേനയാണ് നമുക്ക് ഈ കൺസൈൻമെന്റ് ഒത്തുകിട്ടിയത്. കോടികളാണ് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നത്. ഒരിടത്തും പാളിച്ച ഉണ്ടാകരുത്. പാടില്ല ചായ, അതെല്ലാം രംഗ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അച്ചായനെ ഏൽപ്പിച്ച കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? ഇത് നടത്തിയിരിക്കും. അതറിയാഞ്ഞിട്ടല്ല. എന്തായാലും ഇക്കുറി അവരെ കൂട്ടാൻ രംഗ തന്നെ പോയാൽ മതി. എങ്ങോട്ടാ എങ്ങോട്ടാ? എനിക്ക് അച്ചായനെ ഉമ്മ വെക്കണം. മേലാൽ ഈ ഭാഗത്ത് കണ്ടുപോകരുത്. പോകണം. ഞാൻ എവിടെയാണ്? എന്താ എനിക്ക് സംഭവിച്ചത്? ഒന്നും ഓർമ്മയില്ലല്ലോ. എല്ലാം ഒരു സ്വപ്നം പോലെ. എന്റെ കസ്തൂരി എവിടെ? എന്റെ മകൻ വീരമണി എവിടെ? എന്റെ ഗവേഷണം പൂർത്തിയായോ? കസ്തൂരി, വീരമണി! റേഞ്ചർ സാറേ. എന്താ സോമ? ഒന്നുമില്ല സാർ, വെട്ടം കണ്ടോണ്ട് കയറിയതാ. ഓഫീസിൽ ചെന്നപ്പോ എല്ലാവരും നല്ല ഫിറ്റാ. അന്തോണി ചേട്ടനാ ഇന്ന് നൈറ്റ് ഡ്യൂട്ടി. എങ്ങനെ വിടാനാ? അതുകൊണ്ട് ഞാൻ തന്നെ പോകാമെന്ന് കരുതി. വരട്ടെ സാറേ. ശരി. ഇതില് വെറുതെ നടക്കാൻ ഇറങ്ങിയതാ. കാട്ടാനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാ. വെറുതെ പുലിവാലം ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നുള്ള കൂട്ടത്തിലല്ലെന്ന് സോമൻ അറിഞ്ഞൂടെ? എന്നാലും അതല്ലല്ലോ. എനിക്കെന്തായാലും ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. നിങ്ങളൊക്കെ ചെറുപ്പം. നിങ്ങളെ പോലെ പാവങ്ങളെ കരുവാക്കിയാണ് ഇവിടെ ഓരോരുത്തരും സമ്പാദിക്കുന്നത്. അവസാനം ഏതെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ടാൽ ജോലിയും പോയി വീട്ടിലിരിക്കേണ്ടി വരും. തിരിഞ്ഞു നോക്കാൻ ഇപ്പൊ കൂടെയുള്ള ഒരു പട്ടി ഉണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ലെന്ന് നടിക്കുന്നു. ഇന്നിവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ ഭാര്യയ്ക്കും കുട്ടികൾക്കും സർക്കാർ ശമ്പളം കൊണ്ട് റേഷൻ വാങ്ങാം. ഇല്ലെങ്കിൽ റേഞ്ചറേയും കൂടെ ഇപ്പൊ വിളിച്ചു വരുത്തി ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നേരിട്ട് ബോധ്യപ്പെടുത്തും. ഇവിടുത്തെ കാര്യങ്ങളോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കണം നിനക്ക് നല്ലത്. പറയുന്ന അനുസരിക്ക് സോമ. പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് വേഗം പൊക്കി സോമ സാറേ. അത് പിന്നെ സർവീസിലൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ
ജോൺ സാമുവലിനെതിരെ വിജയക്കൊടി പാറിച്ച് സന്തോഷത്തിലായിരിക്കും. കൺഗ്രാജുലേഷൻസ്. പക്ഷെ ഇപ്പോ എനിക്ക് ജയിച്ചേ പറ്റൂ. ബിസിനസ് അതെനിക്ക് വലുതാണ്. ജീവിക്കണ്ടേ? ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ് നിങ്ങൾ പിടിച്ചെടുത്തത്. പറയാൻ താനാരാ? സാറേ, എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും. ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് ജയിച്ചല്ലേ പറ്റൂ. ജയിക്കണം, പക്ഷെ അത് മനഃപൂർവ്വം വിരോധം തീർക്കാനുള്ള ഉപാധിയാക്കരുത്. റേഞ്ചർ സാറേ, ഞങ്ങളെ വണ്ടി ഒന്ന് വിട്ടുതരാൻ പറ. വലിയ വാചം അടിക്കുന്ന ആളല്ലേ, ധൈര്യം കൊണ്ട് ഇറങ്ങിക്കൊണ്ട് പോകും. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരു മാർഗം സ്വീകരിച്ചു. റേഞ്ചർ ജയിച്ചത് നല്ല കാര്യം, പക്ഷെ അനുഭവിക്കുന്നതോ? ഫോറസ്റ്റർ മരിച്ച ദുഃഖം വിട്ടുമാറാത്ത സഹോദരിയും ഒരു പാവം കുഞ്ഞും. പിന്നെ ജീവിക്കാൻ വിധിയുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ധീരപുത്രിയാകേണ്ട രേണുക വർമ്മ, അവളും ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലായി. ക്ഷമിക്കേ, അവർക്ക് ഒരു കുഴപ്പവും പറ്റാതെ എന്റെ അടുത്തുണ്ടാവും. എപ്പോ വേണമെങ്കിലും അവരെ കൊണ്ടുപോവാം. ഒരു കാര്യം മറക്കണ്ട, ഞങ്ങൾക്ക് വിലപ്പെട്ട് നിങ്ങളുടെ കയ്യിലും നിങ്ങൾക്ക് വിലപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുമാണെന്ന്. എനിക്കറിയാം നിങ്ങൾ വരുമെന്ന്. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അവരെവിടെ? സമാധാനപ്പെട്. ഇപ്പോഴല്ലേ മനസ്സിലായത് നിങ്ങളുടെ ദേശസ്നേഹത്തിന്റെ ആത്മാർത്ഥത. കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അന്വേഷിച്ചു വരുമല്ലേ? ചതിച്ചു തറപറ്റിക്കാൻ ആർക്കും കഴിയും. നിങ്ങൾക്ക് ചതി എന്ന് തോന്നുന്നത് ഞങ്ങൾക്ക് ശരിയാണ്. ചതിക്ക് ചതി അറിയാഞ്ഞിട്ടല്ല, അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ പറ്റാതെ നോക്കേണ്ടത് ഞങ്ങളല്ല, അത് നിങ്ങളുടെ ചുമതല. ഞങ്ങൾക്കിപ്പോ പ്രശ്നം നിങ്ങൾ പിടിച്ചെടുത്ത വണ്ടിയും സാധനങ്ങളുമാണ്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചേൽപ്പിക്കുക. ഏൽപ്പിച്ചാൽ ആർക്കും ഒന്നും പറ്റില്ല. പിടിച്ചെടുത്ത വണ്ടിയും സാധനങ്ങളും ഞങ്ങൾ തിരികെ എത്തിക്കാം. നിങ്ങളുടെ നിയമത്തിന് മുമ്പിൽ മനുഷ്യജീവന് വിലയില്ലാത്തതുകൊണ്ട് മാത്രം. ഗുഡ്. ഉണ്ണിക്കുട്ടിനെ മായി ഞാൻ കണ്ടു. ആ പൊളിഞ്ഞ കെട്ടിടത്തിൽ അടച്ചിട്ടിരിക്കുക. കൗസുവാണ് വിവരം എന്നോട് പറഞ്ഞത്. വീരമണി അങ്ങോട്ട് പോയിട്ടുണ്ട്. കബളിപ്പിക്കപ്പെട്ടു.
അതിബുദ്ധി വേണ്ട. എവിടെ നിന്റെ വാലാട്ടികളായ കഴിവറുകൾ? കോടികളാണ് എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഒന്നിനെയും ബാക്കി വെക്കില്ല ഞാൻ. ഞങ്ങളുടെ ജീവൻ പോയാലും നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. സോറി. തിരിച്ചെടുക്കുന്നത് കാണാൻ രേണുകാവർമ്മ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിന്നെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഈ ജോൺ സാമുവലിന് നിന്റെ ജീവനേക്കാൾ വലുതാണ് ബിസിനസ്.
നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ല. നാടിനെ നശിപ്പിക്കുന്ന ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കരുത്. ഇത്ര നാൾ ഞാൻ ഇവരുടെ കൂടെ നിന്നു. ഇവർ ചെയ്യുന്ന രാജ്യദ്രോഹത്തിന്റെ തീവ്രത ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. സോറി. ഇനിയെങ്കിലും ഈ നാട്ടിൽ സത്യസന്ധമായി നിയമം നടപ്പിലാക്കാം. അല്ലേ സാറേ? നിങ്ങളെപ്പോലുള്ളവരാണ് നാടിനും നാട്ടുകാർക്കും ദ്രോഹം ചെയ്യുന്നതും ഇവനെ പോലുള്ളവരെ വളർത്തുന്നതും. ഇനി അത് പാടില്ല. സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാവർക്കും നീതി കിട്ടണം. രാജ്യദ്രോഹികളെയും രാജ്യം ഒറ്റിക്കൊടുക്കുന്നവരെയും ഒറ്റക്കെട്ടായി നേരിടണം. നിങ്ങൾ ചെയ്തത് ശരിയാണ്. സത്യം തെളിയിക്കാൻ പുറത്ത് ഞങ്ങളുണ്ട്. നല്ലതിനു വേണ്ടി നമുക്കൊന്നിക്കാം.